ഇന്ത്യയിലെ തൊഴിലാളികൾ നൂറ്റാണ്ടുകളായി നടത്തിയ പോരാട്ടങ്ങൾ, അതായത് ബ്രിട്ടീഷ് കാലം മുതൽ സ്വതന്ത്ര ഇന്ത്യയിലേക്കുള്ള ദീർഘയാത്ര, എല്ലായ്പ്പോഴും ഒരു ലക്ഷ്യത്തെ മാത്രമാണ് നേരിട്ടിരുന്നത്. സുരക്ഷയുള്ള ജോലി, ന്യായമായ വേതനം, കൃത്യതയുള്ള ജോലി സമയം, സമരാവകാശം, യൂണിയൻ അവകാശം. ഈ അവകാശങ്ങളെല്ലാം കുറുക്കുവഴിയിൽ ലഭിച്ചതല്ല. രക്തം, കണ്ണീർ, പണിമുടക്ക്, പോരാട്ടം എല്ലാം ചേർന്നാണ് ഈ 29 തൊഴിൽ നിയമങ്ങൾ രൂപപ്പെട്ടത്. പക്ഷേ ഇന്ന് ഒരറിയിപ്പുമില്ലാതെ അവയെല്ലാം റദ്ദാക്കി. അതിനു പകരം 4 വലിയ തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. വേതനം, വ്യവസായ ബന്ധം, ജോലി, സുരക്ഷ, ആരോഗ്യം, സാമൂഹ്യ സുരക്ഷ. പേര് കേട്ടാൽ വലിയ മാറ്റം പോലെ തോന്നും, പക്ഷേ യാഥാർത്ഥ്യം അതല്ല. തൊഴിലാളികളുടെ ജീവിതത്തെ തലകീഴാക്കി മാറ്റുന്ന ഒന്നാണിത്. പുതിയ കോഡുകൾ പ്രകാരം ഫാക്ടറികളിൽ ജോലി സമയം കൂട്ടാം, തൊഴിലാളികളെ കാരണമൊന്നും പറയാതെ പുറത്താക്കാം, സ്ഥിരം ജോലികൾ കുറയുകയും ഫിക്സഡ് ടൈം താൽക്കാലിക നിയമനം വർദ്ധിക്കുകയും ചെയ്യും. യൂണിയൻ രജിസ്റ്റർ ചെയ്യുക എന്നത് തന്നെ ഒരു യുദ്ധമാകും. പണിമുടക്കാൻ ശ്രമിച്ചാൽ അത് നിയമവിരുദ്ധമായി തള്ളാം. ഇതോടെ തൊഴിലാളികളുടെ ശബ്ദം മങ്ങും, തൊഴിലുടമകളുടെ ശബ്ദം ഉയരും. പഠനം വ്യക്തമാക്കുന്നത് 75% ഫാക്ടറികൾ തൊഴിൽ നിയമങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്നാണ്. അതായത് രാജ്യത്തെ ഭൂരിപക്ഷ തൊഴിലാളികൾക്ക് നിയമപരമായ സംരക്ഷണം ഇനി ഇല്ലാതാകും. പുതിയ നിയമങ്ങൾ പ്രകാരം കൂലിപ്പണിക്കാർ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ എല്ലാവരുടെയും അവകാശങ്ങൾ കൂടുതൽ അപര്യാപ്തമാകും. ഇവർക്കൊരു പരാതി പറയാനും അവകാശം ചോദിക്കാനും വഴികളില്ലാതാകും. തൊഴിലാളികളുടെ വിയർപ്പ് കൊണ്ടാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഉയരുന്നതെന്ന സത്യം നിയമങ്ങളിൽ പ്രതിഫലിക്കുന്നില്ല. ഇതിലൂടെ വലിയ കമ്പനികളുടെയും വ്യവസായ ഗ്രൂപ്പുകളുടെയും ആഗ്രഹങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുക. തൊഴിലാളി ദിനം പ്രതി അലഞ്ഞും ബുദ്ധിമുട്ടിയും ജീവിക്കും. രാജ്യത്ത് 1991 മുതൽ തൊഴിൽ പരിഷ്കരണം എന്ന പേരിൽ നടപ്പാക്കിയ നിയമങ്ങൾ തൊഴിലാളികൾക്ക് എതിരായി മാറിയിരുന്നു. പക്ഷേ ഇതെല്ലാം എതിർത്ത് നിന്നത് ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ ആയിരുന്നു. 30 വർഷത്തിനിടെ 22 പൊതുപണിമുടക്കുകൾ അവർ നയിച്ചു. ഇപ്പോൾ 4 കോഡുകൾക്കെതിരെ വീണ്ടും എല്ലാ പ്രധാന ട്രേഡ് യൂണിയനും ഒരുമിച്ചിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു കാര്യം മാത്രം വ്യക്തമാണ്: തൊഴിലാളികളും കർഷകരും സാധാരണ ജനങ്ങളും ഒരുമിച്ച് ചേർത്ത് നിൽക്കാതെ ഈ കരിനിയമങ്ങൾ തടയാനാകില്ല. ജനങ്ങളുടെ ഐക്യം, അതിന് മാത്രമേ രാജ്യത്തിന്റെ ഭാവി രക്ഷിക്കാൻ കഴിയൂ. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.